നിങ്ങൾ ഭൂതകാലം എന്ന് കേട്ടിട്ടുണ്ട്, വർത്തമാനകാലമെന്നും കേട്ടിട്ടുണ്ട്. പാസ്റ്റ് ടെൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രസന്റ് ടെൻസ് എന്ന് പഠിച്ചിട്ടുണ്ട്, ഫ്യൂച്ചർ ടെൻസ് എന്നും പഠിച്ചിട്ടുണ്ട്. ഈ മൂന്ന് കാലങ്ങൾ അറിയാത്ത ആരുമില്ല. ഭാവി കാലമാണ് നിങ്ങൾക്ക് സത്യത്തിൽ അറിയാത്തത്. ഭൂതകാലം നിങ്ങൾക്ക് വളരെ സുപരിചിതമാണ്. നിങ്ങളുടെ മനസ്സിലത് പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വ്യതകളും സന്തോഷങ്ങളും നിറഞ്ഞതായിരിക്കാം നിങ്ങളുടെ ഭൂതകാലം. പക്ഷെ ഈ നിമിഷത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്കോ എനിക്കോ യാതൊരു പിടിപാടുമില്ല. ഇവിടെ വന്നിട്ടുള്ള കൂടുതൽ ആളുകളും ഒരു ഏജ് കുറച്ച് കഴിഞ്ഞവരാണ്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്, വയസ്സന്മാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മുഖം ചുളിക്കേണ്ടതില്ല. എന്നാലും ഒരു 18, 19, 20 വയസ്സൊന്നുമല്ല, ഒരു 30 വയസ്സിൽ കൂടുതലുള്ള ആളുകളായിരിക്കാം ഇവിടെ വന്നിരിക്കുന്നത്. പ്രായം കൂടുന്തോറും നമ്മുടെ വ്യഥ സാധാരണഗതിയിൽ ഭാവിയെക്കുറിച്ചാണ് എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഓരോ പ്രായത്തിനനുസരിച്ചും ഞാൻ ഒരു സത്സംഗിനിടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഓരോ പിറന്നാളും മരണത്തിലേക്കുള്ള കാൽവെപ്പാണെന്ന്. നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് ഒരു വയസ്സുകൂടെ നമ്മൾക്ക് കൂടുമ്പോൾ എൻ്റെ മരണത്തിന്റെ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ്. പക്ഷെ നമ്മൾ അപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. ഓരോ മെഴുകുതിരി കത്തിച്ചു വെക്കുമ്പോഴും ഇപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ മരണത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന പിറന്നാൾ ആഘോഷങ്ങൾ മുതൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഘോഷിക്കുമ്പോൾ പോലും നമ്മൾ ഭൂതകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ വർത്തമാനത്തെക്കുറിച്ച് കാലത്തെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ഭാവി കാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ വിഷമങ്ങൾക്കുള്ള കാരണം ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം. ഭൂതകാലത്തുള്ള പ്രവർത്തനങ്ങൾ വർത്തമാനകാലത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. റൈറ്റ് ഓർ റോങ്? നിങ്ങളുടെ ഭൂതകാലത്തുള്ള പ്രവർത്തനങ്ങൾ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇതിന് ഗണ്ണിക്കാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ ഗണ്ണിക്കാം. നിങ്ങളൊരു ബിസിനസ്സിലായിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങളുടെ എന്തിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരൊറ്റ വാക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ പ്രസന്റ് ടെൻസിൽ, ഈ വർത്തമാനകാലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഭൂതകാലം ഉത്തരവാദിയാണ്. അതിന്റെ പേരാണ് കർമ്മസിദ്ധാന്തം. ഭൂതകാലത്തിലുള്ള പ്രവർത്തനങ്ങൾ വർത്തമാനകാലത്തിൽ ബാധിക്കുന്നത് പോലെ തന്നെ വർത്തമാനകാലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഭാവി കാലത്തിലും ബാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല. ഭൂതം കഴിഞ്ഞു എന്തായാലും ഇനി നമുക്ക് ഒരു രക്ഷയുമില്ല, തിരിച്ചു പോകാൻ ഒരു രക്ഷയുമില്ല. ഭൂതകാലത്തിൽ ചെയ്ത നന്മകൾ, ഭൂതകാലത്തിൽ ചെയ്തിട്ടുള്ള തിന്മകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വർത്തമാനകാലത്തിൽ നിങ്ങൾ അനുഭവിച്ചേ തീരൂ. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വർത്തമാനകാലത്തിൽ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഏതൊരു മനുഷ്യനും ഭൂതകാലത്തിലേക്ക് നോക്കാതെ, ഭാവി കാലത്തിലേക്ക് നോക്കാതെ വർത്തമാനകാലത്തിൽ ജീവിക്കുക. അറ്റ് പ്രസന്റ് എന്ന് പറയും. അറ്റ് പ്രസന്റ്. ഈ നിമിഷമാണ് നിങ്ങളുടെ ദിവസം, ഈ നിമിഷമാണ് നിങ്ങളുടെ നിമിഷം.